ഓണാഘോഷങ്ങളിൽ ഹരിതചട്ടം പാലിക്കണമെന്ന മന്ത്രി എം.പി. രാജേഷ്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സംഘടിപ്പിച്ച ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഓണാഘോഷ പരിപാടികൾ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇത്തവണത്തെ ഓണം ഉൾപ്പെടെയുള്ള എല്ലാ ആഘോഷങ്ങളും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് ആഘോഷിക്കണമെന്ന് സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പലപ്പോഴും ആഘോഷം അവശേഷിപ്പിക്കുന്നത് ഒരുപാട് മാലിന്യമാണ്. അതുകൊണ്ടാണ് ഇത്തവണ സർക്കാർ കർശനമായി നിർദ്ദേശിച്ചിട്ടുള്ളത് ആഘോഷങ്ങളെല്ലാം ഹരിതചട്ടം പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന്. ഹരിത ഓണം എന്ന് അതുകൊണ്ട് പറഞ്ഞതാണ്. മഹാബലിയെ ഗവൺമെന്റ് ഇപ്രാവശ്യം അവതരിപ്പിക്കുന്നത് നേരത്തെ ശ്രീ ടി ആർ ജയൻ പറഞ്ഞതുപോലെ പ്രജാക്ഷേമ തൽപരനായ ഒരു ചക്രവർത്തി എന്ന നിലയിൽ മാത്രമല്ല, വൃത്തിയുടെ ചക്രവർത്തി എന്ന നിലയിൽ കൂടിയാണ്. ആഘോഷവേളകളിൽ പലപ്പോഴും ഉയർന്ന തോതിൽ മാലിന്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്നും ആഘോഷങ്ങൾ അവസാനിച്ചാൽ വൃത്തിയാക്കുന്നതും ഒരു ആഘോഷമാക്കി മാറ്റണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കഴിഞ്ഞ ജനുവരി മുതൽ ജൂൺ വരെ 5 മാസം കൊണ്ട് സംസ്ഥാനത്തെ പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞതിന് ചുമത്തിയ പിഴ 9.55 കോടി രൂപയാണെന്നും ഒരു വർഷം കൊണ്ട് കേരളത്തിൽ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യത്തിന്റെ അളവ് 1,52,000 ടണ്ണാണെന്നും മന്ത്രി സൂചിപ്പിച്ചു. സംസ്ഥാനത്തെ നെല്ല് കർഷകരിൽ നിന്ന് നെല്ലെടുത്ത വകയിൽ 1,645 കോടി രൂപയാണ് കൊടുക്കാനുണ്ടായിരുന്നത്. ഇതിൽ 1,399 കോടി രൂപ കൊടുത്തു തീർക്കാൻ സാധിച്ചു. ബാക്കിയുള്ള 246 കോടി രൂപ ഓണത്തിന് ശേഷമുള്ള ആദ്യ പ്രവൃത്തി ദിവസം തന്നെ കർഷകരുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് രാപ്പാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ടി ആർ അജയൻ, നാടൻപാട്ട് കലാകാരൻ മണ്ണൂർ ചന്ദ്രൻ, DTPC മുൻ ഉദ്യോഗസ്ഥരായ പി മധു, കെ ശിവശങ്കരൻ നായർ, ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി സിൽവർ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാമണ്ഡലം വിവേകും സംഘവും അവതരിപ്പിച്ച മിഴാവ് മേളവും സിനിമാ താരം സുധി ജയനും സംഘവും അവതരിപ്പിച്ച നൃത്ത പരിപാടികളും അരങ്ങേറി. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.